ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നെരൂൾ സെയിൻറ്റ് ലിറ്റിൽ ഫ്ലവർ കൊറിയൻ ചർച്ചിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ചേർച്ചസ് ഓഫ് ഇന്ത്യ ടീമിനെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താനെ ജില്ലയുടെ കുറേ ഭാഗങ്ങളും രായ്ഗാഡ് ജില്ലയും ഉൾപ്പെടുന്ന നവി മുംബൈ പ്രദേശത്ത് ആണ് ലിസ്യുവിലെ വിശുദ്ധ കുച്ചരേസ്യായുടെ നാമത്തിലുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന സീറോ മലബാർ കത്തോലിക്കരെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് ആധ്യാത്മിക അജപാലന ശുശ്രൂഷകൾ നൽകുന്നതിനുമായി മോൺസിഞ്ഞോർ തോമസ് തലച്ചിറയച്ചൻ 1980 മെയ് മാസത്തിൽ നിയമിതനായി. ഈ പ്രദേശത്തെ ആളുകളെ കണ്ടുപിടിക്കുന്നതിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും നെരൂളിൽ ഒരു വീട്ടിൽ താമസം തുടങ്ങി. ഇവിടുത്തെ ജനങ്ങളുടെ സഹായത്തോടെ ചില വീടുകളിലും അടുത്തുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലും അദ്ദേഹം കുർബാന ആരംഭിച്ചു. 1992 ടിഡ്കോ നെരൂൾ പള്ളിക്ക് വേണ്ടി 1500 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു പ്ലോട്ട് അനുവദിച്ചു തന്നു. നവി മുംബൈയിൽ കല്യാൺ രൂപതയ്ക്ക് പള്ളിക്കായി ലഭിച്ച ആദ്യത്തെ സ്ഥലമാണിത്. അഭിമന്യ മാർപോൾ ചിറ്റിലപ്പള്ളി പിതാവാണ് ഈ സ്ഥലം വാങ്ങിക്കുവാനായിട്ട് നമ്മെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സിഡ്കോ ഓഫീസുകളിലേക്ക് പല പ്രാവശ്യം നടക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം നമുക്ക് കരസ്ഥമാക്കാനായി സാധിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ തിലകക്കുറിയായിട്ട് ഇവിടെ ഉയർന്നു കാണണം എന്നാഗ്രഹിച്ച് ഈ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത് മാർപോൾ ചിറ്റിലപ്പള്ളി പിതാവാണ്. 1992 ഒക്ടോബർ 25 അഭിമന്യ പിതാവ് ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുഭഗസ്മരണാർഹനായ ബിഷപ്പ് മാർപോൾ ചിറ്റിലപ്പള്ളി പിതാവ് ഈ പ്രദേശത്തിൻ്റെ തിലകക്കുറിയായി മനോഹരമായ ഈ ദേവാലയം വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമത്തിൽ പണി കഴിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇവിടുത്തെ ആദ്യത്തെ വികാരിയായ യശശരീരനായ മോൺസിഞ്ഞോർ തോമസ് തലച്ചിറയച്ചൻ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ആരംഭിച്ചു. അന്ന് ഈ ഇടവകയിൽ 78 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 1991 ജൂലൈ മാസത്തിൽ മോൺസിഞ്ഞോർ തലച്ചിറയച്ചൻ ഇവിടെ നിന്ന് രൂപത വികാരി ജനറലായി സ്ഥലം മാറിയതിനെ തുടർന്ന് 1991 ജൂലൈ മുതൽ 1992 ഒക്ടോബർ വരെ റവറൻ ഫാദർ വർഗീസ് നടക്കൽ അച്ഛൻ വികാരിയായി. 1992 ഒക്ടോബർ 25 ബഹുമാനപ്പെട്ട വർഗീസ് നടക്കൽ അച്ഛൻ MST വികാരിയായി പ്രവർത്തിച്ച ആ സമയത്ത് ബിഷപ്പ് മാർപോൾ ചിറ്റിലപ്പള്ളി പിതാവ് പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1992 ഒക്ടോബർ മുതൽ 1993 മെയ് വരെ ബഹുമാനപ്പെട്ട ലോനപ്പൻ അറങ്ങാശ്ശേരി MST അച്ഛൻ വികാരിയായി. 1993 ജൂൺ മുതൽ 1998 ജൂൺ വരെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് നരികുളം അച്ഛനാണ് പള്ളിപ്പണി പൂർത്തീകരിച്ചത്. 1998 ഏപ്രിൽ 19 ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ പിതാവ് ദേവാലയം ആശീർവദിച്ച് പ്രതിഷ്ഠിച്ചു. 1998 ജൂൺ മുതൽ 99 ഓഗസ്റ്റ് വരെ ബഹുമാനപ്പെട്ട സഖറിയാസ് നീലങ്കാവിൽ അച്ഛനാണ് അവിടെ വികാരി. 1999 സെപ്റ്റംബർ മുതൽ 2024 ജാനുവരി വരെ ഫാദർ തോമസ് തൈക്കൂട്ടത്തിൽ MST അച്ഛൻ. 2004 ജാനുവരി മുതൽ 2007 ജൂൺ വരെ ബഹുമാനപ്പെട്ട ഷാജി പാരിപ്പള്ളിക്കൽ അച്ഛൻ. 2009 മെയ് മുതൽ 2013 മെയ് വരെ ഫാദർ കുര്യാക്കോസ് കളപ്പറമ്പത്തച്ഛൻ. 2013 മെയ് മുതൽ 2017 ജാനുവരി വരെ ബഹുമാനപ്പെട്ട ബിജു കൊല്ലംകുന്നേലച്ചൻ.
2017 ഫെബ്രുവരി മുതൽ 2021 നവംബർ വരെ ബഹുമാനപ്പെട്ട ഷിബു പുളിക്കലച്ചൻ. അതിനുശേഷം 2021 നവംബർ 4 തീയതി മുതൽ ഞാൻ ഇവിടെ വികാരിയായി ചാർജ് എടുത്തു. ഈ കാലയളവിൽ 17 കൊച്ചച്ചന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ അജപാലന ശുശ്രൂഷ ചെയ്ത് വികാരിമാരായിട്ടും കൊച്ചച്ചന്മാരായിട്ടുമൊക്കെ നിരവധി അച്ഛന്മാർ കടന്നു പോയിട്ടുണ്ട്. 26 വർഷങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആ വൈദികരുടെ കഠിനാധ്വാനവും പ്രോത്സാഹനവുമാണ് നമ്മുടെ ദേവാലയത്തെ വളർത്തിയിട്ടുള്ളത്. ഇതിലൂടെ വികാരിയായിട്ട് അജപാലന ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കാം. 2011 ഏപ്രിൽ 14 തീയതി ലിസ്യുവിൽ നിന്ന് വിശുദ്ധ കുത്രേസ്യായുടെ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് മാർ തോമസ് ഇലവനാൽ പിതാവ് റിലിക് സാങ്ച്വറിയിൽ പ്രതിഷ്ഠിച്ചു. ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന തിരുശേഷിപ്പ് ധാരാളം അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനമായി ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പ്രദേശം മുഴുവൻ 4-5 വിവിധ മതത്തിലുള്ള ആരാധനാലയങ്ങൾ നിലകൊള്ളുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുത്തെ നാനാജാതി മതസ്ഥരായിട്ട് ആളുകളുമായി വലിയ മതസൗഹാർദ്ദം പുലർത്തുന്നവരാണ്. അതുതന്നെ ഇവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് ഒരു അടിസ്ഥാനമായി നിലകൊള്ളുന്നുണ്ട്. നവി മുംബൈ ഫൊറോന ഇവിടെ കീഴിൽ വേറെ 4 പള്ളികൾ കൂടി ഉണ്ട്. സെയിൻറ്റ് ജോസഫ് ചർച്ച് ഐരുളി, സെയിൻറ്റ് തോമസ് ചർച്ച് വാശി, സെയിൻറ്റ് മാരീസ് ചർച്ച് CBD, ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ഖാർഗൻ. ഇവയാണ് നമ്മുടെ ഫൊറോനയുടെ കീഴിലുള്ള പള്ളികൾ. ഈ ഇടവക ദേവാലയത്തിൽ പിതൃവേദി, മാതൃസംഘം, കല്യാണപ്പാക്കി യൂത്ത്, ജീസസ് യൂത്ത്, കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, ക്വയർ മലയാളം, ക്വയർ ഇംഗ്ലീഷ്, വാൾട്ടർ ബോയ്സ്, കാറ്റക്കിസം ചിൽഡ്രൻ എന്നീ വിഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പിതൃവേദിയിൽ 480 അംഗങ്ങളുണ്ട്. അവർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എവറി വീക്ക്, നോർക്ക രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കൽ തുടങ്ങിയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. രൂപതാ ലെവലിൽ നടന്നു വരുന്ന പിതൃവേദിയുടെ നേതൃത്വത്തിലുള്ള കൈറോസിൽ എക്സ്റ്റംപറേ സ്പീച്ചിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഫസ്റ്റ് പ്രൈസാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രൂപതാ ലെവലിൽ നടത്തുന്ന എല്ലാ മത്സരങ്ങളിലും ഇവിടുത്തെ അപ്പച്ചന്മാർ പങ്കെടുക്കാറുണ്ട്, സമ്മാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട് എന്നത് അഭിമാനകരമാണ്. കല്യാൺ രൂപതയിലെ പിതൃവേദിയുടെ ആരംഭം യഥാർത്ഥത്തിൽ ഈ ഇടവകയിൽ നിന്നാണ് കുറിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പിതൃവേദി സംഘടനയുടെ രൂപത ഭാരവാഹികളിലെ പ്രസിഡന്റ് ഈ ഇടവകക്കാരനാണ്. കല്യാൺ കുടുംബ കൂട്ടായ്മയുടെ രൂപതാ പ്രസിഡന്റ് നെരൂൾ ഇടവകക്കാരനാണ്. ഇതൊക്കെ നമ്മുടെ ഇടവകയുടെ നേതൃനിരയിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അഭിമാനാർഹമാണെന്ന് ഓർക്കുകയാണ്. രൂപതാ ലെവലിലെ പിതൃവേദി നടത്തുന്ന ഡ്രാമ കോമ്പറ്റീഷൻ, മോൺസിഞ്ഞോർ തോമസ് തലച്ചിറ മെമ്മോറിയൽ നാടക മത്സരം, അതിന് നമ്മുടെ ഇടവകയ്ക്കാണ് കഴിഞ്ഞ വർഷം 3rd പ്രൈസ് ലഭിച്ചിട്ടുള്ളതെന്ന് അഭിമാനാർഹമാണ്. മാതൃസംഘം 450 അംഗങ്ങളുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി ക്ലാസുകൾ, മത്സരങ്ങൾ, അതുപോലെ ഇടവക പ്രവർത്തനങ്ങളിലെ വളരെ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയാണ് അവർ ഇടവക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത്. രൂപത മാതൃസംഘം നടത്തുന്ന ഹാർമോണിയ കോമ്പറ്റീഷനുകളിൽ ഇവിടുത്തെ അമ്മമാർ ധാരാളം സമ്മാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലും അവർക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ മാതൃസംഘടനാംഗങ്ങൾ ഈ വർഷത്തിൽ ഐരുളിയിലെ ഓർഫനേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് സഹായം ചെയ്തത്
നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം കെറിഗ്മ ഇയറിനോടനുബന്ധിച്ച് അവർ കല്യാൺ ഭാഗത്തുള്ള വില്ലേജ് വിസിറ്റ് നടത്തി ആ ഗ്രാമത്തിൽ 48 കുടുംബങ്ങളുള്ള ആ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഫുഡ് കിറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഹെൽപ്പ് ആയിട്ട് കൊടുക്കുകയും ചെയ്തത് ഓർക്കുകയാണ്. കല്യാൺ എപ്പാർച്ചി യൂത്ത് 186 അംഗങ്ങളാണുള്ളത്. അവർ ഫുട്ബോൾ മാച്ച്, ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ദേവാലയത്തിലെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം രൂപതാതലത്തിൽ നടത്തിയ ടാലൻഷ്യയിൽ ഈ ഇടവയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കല്യാൺ എപ്പാർച്ചി യൂത്ത് സംഘടിപ്പിച്ച ഡിബേറ്റിൽ നമ്മുടെ ഇടവകയാണ് ഫസ്റ്റ് പ്രൈസ് അർഹമായിട്ടുള്ളത്. ജീസസ് യൂത്ത് എന്ന സംഘടന ഈ അടുത്തയിട കൂടുതലായിട്ട് അവർ ഉൾച്ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. 28 അംഗങ്ങൾ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 7:30 മുതൽ 8:30 വരെ പ്രാർത്ഥനയ്ക്കും ചർച്ചകൾക്കുമായിട്ട് അവർ സമയം ചെലവിടുന്നു. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അവർ ഏകദേശം 25 പേരോളമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 4 മണി മുതൽ 6:15 മണി വരെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവരാണ്. നമ്മുടെ ദേവാലയത്തോട് ചേർന്നുള്ള എഡറേഷൻ സെൻറ്ററിൽ അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയ്ക്ക് വലിയ ശക്തി സ്രോതസ്സായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ക്വയർ 45 പേരാണ് മലയാളം ക്വയർ ഗ്രൂപ്പിലുള്ളത്. ഇടവകയിൽ എല്ലാ ലിറ്റർജിക്കൽ സർവീസസിനും അവർ കമ്മിറ്റഡായി പ്രവർത്തിക്കുന്നു. രാവിലെ ഉള്ള കുർബാനയ്ക്കും വൈകിട്ടുള്ള കുർബാനയ്ക്കും സാധാരണ ദിവസങ്ങളിൽ അവർ വരും. ഞായറാഴ്ചകളിൽ 3 കുർബാനയാണ്. ആ കുർബാനകൾക്കും അവർ ഗ്രൂപ്പ് ആയി വന്ന് സഹകരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രൂപ്പ് കാറ്റക്കിസം കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. കാറ്റക്കിസം കുട്ടികൾ അതിന് നേതൃത്വം കൊടുക്കുന്നു, അതിൽ പങ്കെടുക്കുന്നു. അവർ ഫസ്റ്റ് സൺഡേ ആൻഡ് ഫോർത്ത് സൺഡേയിൽ ഇപ്പോൾ കുർബാനയ്ക്ക് വരികയും ആ കുർബാനയിലെ ഗായക സംഘത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ രൂപത നടത്തിവരുന്ന ഫാദർ സണ്ണി മെമ്മോറിയൽ ചർച്ച് ക്വയറിൽ നമ്മുടെ ഇടവക എല്ലാ വർഷവും പങ്കുചേരാറുണ്ട്. കഴിഞ്ഞ വർഷം 3rd പ്രൈസ് നമ്മൾ കരസ്ഥമാക്കി എന്ന് നിങ്ങൾക്കറിയാം. മുൻകാലങ്ങളിൽ ഈ ഇടവകയ്ക്ക് തന്നെ ഫസ്റ്റ് പ്രൈസും ഫാദർ സണ്ണി മെമ്മോറിയൽ ക്വയർ കോമ്പറ്റീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസ്താവ്യമാണ്. ഓൾട്ടർ ഏഞ്ചൽസ് എന്നുള്ള പേരിൽ ഓൾട്ടർ ബോയ്സ് 22 പേരുണ്ട്, സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ട്. അവരും വീക്ക് ഡേയ്സിലും ഞായറാഴ്ചകളിലും പതിവായി കുർബാനയ്ക്ക് വരികയും കുർബാനയ്ക്ക് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 460 വീടുകളുള്ള ഈ ഇടവകയിൽ 265 കുട്ടികൾ കാറ്റക്കിസത്തിന് ഇവിടെ റെഗുലറായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപ്രദമാണ്. കൊച്ചുകുട്ടികളെ പേരൻസ് ഇവിടെ കൊണ്ടുവന്ന് ആക്കും. മറ്റു മുതിർന്ന കുട്ടികൾ ഒറ്റയ്ക്ക് വരും. വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ട് കുട്ടികൾ കാറ്റക്കിസത്തിന് വരികയും സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ പഠിപ്പിക്കുവാനായിട്ട് 24 ടീച്ചേഴ്സും ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സായിട്ടുണ്ട്. കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇടവകയിൽ വളരെ ആഘോഷമായും എൻതൂസിയാസ്റ്റിക്കായിട്ടും പ്രവർത്തിക്കുന്നതാണ് ഇവിടെ എൻ്റെ അനുഭവം. കാറ്റക്കിസം ക്ലാസ് നമ്മൾ രൂപതയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സ്റ്റഡി പ്രോഗ്രാംസാണ് പിന്തുടരുന്നത്. കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇടവക അബ്രാഹം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുക. ആ വലിയ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം അബ്രാഹം ഗ്രൂപ്പിലെ ഫസ്റ്റ് പ്രൈസ് ഈ ഇടവകയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഇടവകയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വിശുദ്ധ കുഞ്ചരേസ്യായുടെയും സെബസ്ത്യാനോസിൻ്റെയും സംയുക്തമായ തിരുനാളാഘോഷം നവംബർ മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ചയാണ് നടത്തിവരുന്നത്. അതിന് 9 ദിവസങ്ങൾ മുൻപായിട്ട് അതിന് മുമ്പ് 9 ദിവസങ്ങൾ നൊവേനയും പ്രാർത്ഥനയും പ്രത്യേക പരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ ഇടവകയിൽ നിന്നും പുറമേ നിന്നും
വന്ന് സംബന്ധിക്കുന്നു എന്നുള്ളത് അനുഗ്രഹപ്രദമാണ്. ഇടവകയിലെ പ്രധാന തിരുനാളിൻ്റെ തലേ ദിവസമാണ് ഇവിടെ ഇടവക പ്രദക്ഷിണം വാദ്യമേളങ്ങളോടുകൂടി നടത്തി വരാറുള്ളത്. എല്ലാ ജനങ്ങളും അതിൽ പങ്കെടുക്കുന്ന പതിവ് ഇവിടെ പ്രത്യേകതയുള്ളതാണ്. അതുപോലെ തന്നെ തിരുനാളിൻ്റെ നൊവേന ദിവസങ്ങളിൽ ഒരു ദിവസം രാസകുർബാന ചൊല്ലി ഇരുന്നൊരു പതിവ് ഇടവകയിൽ ഉണ്ട്. തിരുനാളിൻ്റെ പ്രദക്ഷിണങ്ങളിലും മറ്റു പരിപാടികളിലുമൊക്കെ ഈ ഇടവകക്കാരും മറ്റുള്ള ഇടവകയിൽ നിന്നുള്ളവരും ഹൈന്ദവ ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. തിരുനാളിൻ്റെ ദിവസങ്ങളിലെ അവസാനത്തെ ദിവസം ആഘോഷമായ സ്നേഹവിരുന്ന് നടത്തി വരാറുണ്ട്. ഈ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആദ്യത്തെ ദൈവവിളി ബഹുമാനപ്പെട്ട മാർട്ടിൻ പട്ടത്താനം അച്ഛനാണ്. ബഹുമാനപ്പെട്ട മാർട്ടിൻ പട്ടത്താനം അച്ഛൻ MCBS സഭാംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസ് സിബിച്ചൻ ഫിലോമിന ദമ്പതികളുടെ പുത്രനാണ് ഫാദർ മാർട്ടിൻ പട്ടത്താനം MCBS അച്ഛൻ. അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. രണ്ടാമത്തെ അച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ സിറിയക് SJ അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ശുശ്രൂഷ ചെയ്തു വരികയാണ്. മൂന്നാമത്തെ ഒരു ദൈവവിളി ഇവിടെ റിലീജിയസ് സിസ്റ്റേഴ്സിലേക്ക് ഉള്ള ദൈവവിളിയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ പൗളീന മേരിറ്റ് MSMI ആണ് ആ സിസ്റ്റർ ശ്രീ ഇനാശുകുട്ടി ആൻഡ് ഡെയ്സി ദമ്പതികളുടെ ഓമനപുത്രിയാണ്. സിസ്റ്റർ ഇപ്പോൾ കേരളത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. സെമിനാരിയിലുള്ള ഇപ്പോഴത്തെ ബ്രദർ ജോമിൻ ജോജോ കട്ടിക്കാട്ട് IVE, അദ്ദേഹം ഇപ്പോൾ ഡീക്കനായിട്ട് ഇരിക്കുന്നു. അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യപട്ടം ആഘോഷിക്കുന്നതാണ്. അദ്ദേഹം ജോജോ മിനി ദമ്പതികളുടെ മകനാണ്. ഇപ്പോൾ ഫിലിപ്പൈൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ജോസഫ് തോമസ് പുത്തൻവീട് SDD, തോമസ് സെലീന ദമ്പതികളുടെ മകൻ ഡോൺ ബോസ്കോ കോൺഗ്രിഗേഷനിലെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലോസഫി ഫസ്റ്റ് ഇയറാണ് അദ്ദേഹം പഠിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടവകാതിർത്തിയിൽ തന്നെ ഡോൺ ബോസ്കോ ആശ്രമത്തിലെ റീജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന മകനാണ്. മൂന്നാമത് ബ്രദർ ജെഫ്രിൻ ചാർലി എല്ലുംകാലായിൽ ചാർലി ടെസി ദമ്പതികളുടെ മകനായിട്ട് ഇപ്പോൾ പൂന സെമിനാരിയിൽ പേപ്പൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയോളജി ഫസ്റ്റ് ഇയർ ആയിട്ട് പഠിക്കുകയാണ് അദ്ദേഹം. കല്യാൺ രൂപതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ നോയേൽ ഫെലിക്സ് തെക്കേക്കര, അദ്ദേഹം ഫെലിക്സ് ഷീബ ദമ്പതികളുടെ മകനാണ്. നമ്മുടെ ഇടവകയുടെ ആരംഭകാലം മുതൽ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്തു വരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അപ്പസ്റ്റോളിക് ഒബ്ലേറ്റ്സ് എന്ന കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഇവിടെ 5 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവർ ഇവിടുത്തെ അജപാലന ശുശ്രൂഷകളിലെ വൈദികനെ സഹായിക്കുന്നു. ഇടവകയിലെ കുടുംബ സമ്മേളനങ്ങൾ, കാറ്റക്കിസം, അതുപോലെ തന്നെ മറ്റുള്ള ദേവാലയ ശുശ്രൂഷകൾ, ഇതിലൊക്കെ അവർ നമ്മെ സഹായിക്കുന്നവരാണ്. വർഷങ്ങളായി വളരെ സമർപ്പിതരായി ഇവിടെ ജീവിക്കുന്നവർ നമുക്ക് ഇടവകയ്ക്ക് വലിയ താങ്ങും തണലുമാണ്. ഇടവകയിലെ കുർബാന സമയങ്ങൾ: ഞായറാഴ്ച ദിവസം രാവിലെ 7:30 മണിക്ക് ഒന്നാമത്തെ കുർബാന, 9 മണിക്ക് രണ്ടാമത്തെ കുർബാന, വൈകിട്ട് 6 മണിക്ക് മൂന്നാമത്തെ കുർബാന. ഈ സമയങ്ങളിലാണ് ഇവിടെ ബലിയർപ്പണം നടക്കുന്നത്.
വീക്ക് ഡേയ്സിൽ രാവിലെ എല്ലാ ദിവസവും 6:45 മണിക്കും വൈകിട്ട് 6:30 മണിക്കും കുർബാന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നൊവേനകളാണ് ഇടവകയിൽ നടക്കുക. ഒന്ന് നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പേരിലുള്ള നൊവേന എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരത്തെ 6:30 മണിയുടെ കുർബാനയ്ക്ക് ശേഷം ഉള്ള നൊവേനയായിട്ട് നമ്മൾ ചൊല്ലുന്നു. അതിനുശേഷം ആരാധനയും ഹീലിംഗ് സർവീസും നമ്മളിവിടെ നടത്തി വരുന്നു. ബുധനാഴ്ചകളിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയാണ് നടത്തുക. വൈകിട്ട് 6:30 മണിയുടെ കുർബാനയ്ക്ക് ശേഷം നൊവേനയും പ്രത്യേക പ്രാർത്ഥനയും എല്ലാ ബുധനാഴ്ചകളിലും നടത്തി വരുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ 460 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. ഈ കുടുംബങ്ങളെ 9 മേഖലകളിലായി 25 കുടുംബ സമ്മേളന യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും ഈ കുടുംബ സമ്മേളനങ്ങൾ നമ്മൾ നടത്തുന്നു. കുടുംബ സമ്മേളനങ്ങളിലെ 75-80% ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ പലർക്കായി ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഫാദർ തോമസ് SSP ഇപ്പോൾ മെൽബണിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം മെൽബണിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനായിട്ട് ടെസ്റ്റുകൾക്കായി ബോംബെയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ലെൻസിന് തകരാറുണ്ടെന്നുള്ളത് വൈദ്യശാസ്ത്രം വിധിച്ചു. പോകാൻ പറ്റില്ല എന്നുള്ള അവസരത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ആ രോഗം പൂർണ്ണമായി മാറിയതായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇന്നും അദ്ദേഹം ഓസ്ട്രേലിയയിൽ മെൽബണിൽ അജപാല ശുശ്രൂഷ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റനവധി രോഗശാന്തികളും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥം വഴി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവത്തിൽ നന്ദി പറയാനായിട്ട് സാധിക്കുന്ന അവസരങ്ങളാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ലിറ്റിൽ ഫ്ലവർ ഫൊറൈൻ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേവാലയം നിലകൊള്ളുന്നത് നെരൂൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്. പാം ബീച്ച് റോഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്. ഇവിടേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും കൃപകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശമായി ഇരിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ ഭാഗമാണിത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തിലൂടെ ഈ വാക്യം സാർത്ഥകമാക്കിയിട്ടുണ്ട്.
വിശുദ്ധ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമായിരുന്നു. മാത്രമല്ല, യേശുവാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുവാൻ അവൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രോഗിണിയായി കിടന്നപ്പോഴും വിശുദ്ധ കൊച്ചുത്രേസ്യ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്, പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചർച്ചസ് ഓഫ് ഇന്ത്യ ടീമിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ ഇടവക ദേവാലയങ്ങളെയും അതുപോലെ തന്നെ ഇടവക പ്രവർത്തനങ്ങളെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ ശ്രമം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വളരെ ബുദ്ധിമുട്ടിയും ശ്രമകരമായും ചെയ്യുന്ന ഈ ശുശ്രൂഷ ആഗോള സഭയ്ക്കും അതുപോലെ തന്നെ സഭാ സമൂഹത്തിനും ഒക്കെ വലിയ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.